ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓഫ് ടെക് ചാനൽ. ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കേക്ക് ട്രേ ഗ്രീസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. നെക്സ്റ്റ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് 4 എഗ് വൈറ്റ് എടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വൈറ്റ് കളർ ആവണ വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 4 എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാണ് ഇപ്പം മിക്സ് ചെയ്തോളൂ. ഇനി നമുക്ക് എഗ്ഗിൻ്റെ മഞ്ഞയും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പിസ്ത കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1/2 ടീസ്പൂൺ പിസ്ത എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു ഗ്രീൻ കളർ കിട്ടാൻ വേണ്ടി ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കാം. ഇനി നമുക്ക് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വച്ചായിരുന്നു. ഇനി നമുക്ക് ഈ കേക്ക് ട്രേ ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ പാത്രം മൂടി വെച്ച് ഒരു വെയിറ്റ് അതിൻ്റെ മേളിൽ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കായോ എന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഈ സൈഡെല്ലാം ഇടിച്ചു കൊടുത്ത് കേക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ പിസ്ത എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 ലെയർ ആയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ലെയേഴ്സിലെല്ലാം ക്രീം വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ സെക്കൻഡ് കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
ഗൈസ്, അപ്പോൾ ഈ കേക്ക് വെച്ചേക്കുന്ന ടേൺ ടേബിൾ നമ്മൾ തന്നെ റെഡിയാക്കി എടുത്താണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.